നിനക്ക് ഞാൻ ഉപദേശം തരട്ടെ. അതുകൊണ്ട് ഏതൊരു പെണ്ണും തന്റെ ഭർത്താവ് തനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് പെണ്ണെ നീ ചെയ്യുന്നത്. കാരണം മാതാപിതാക്കളെക്കാളും നിനക്ക് നിന്റെ ജീവിതം കഴിച്ചുകൂട്ടേണ്ടത് ഭർത്താവിന്റെ കൂടെയല്ലേ. പുരുഷന്മാർ പടക്കപ്പെട്ടത് പെണ്ണുങ്ങൾ പടക്കപ്പെട്ടത് ആണുങ്ങൾക്കും, പുരുഷന്മാർ പടക്കപ്പെട്ടത് പെണ്ണുങ്ങൾക്കുമാണ്. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും. അതുകൊണ്ട് രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കണം. പെണ്ണെ, ഐ ബുനയ്യ, എന്റെ കൊച്ചുമോളെ, ഇന്നകി ഖദ് ഫാറഖത്തിൽ ഹിമ അല്ലദീ മിൻഹു ഖറജ്തി, മോളെ നീ വളർന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ മോള് പോവാണ്. ഇത് ആർക്കറിയാം? ഒരു 16, 18, 20 വയസ്സായി കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു പെണ്ണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ പറയാണ്, മോളെ നീ വളർന്ന ഈ ചുറ്റുപാടിൽ നിന്ന് മോള് പുറത്തു പോവാൻ. അതുകൊണ്ട് നീ അറിയാത്ത നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കിളിക്കൂടിലേക്കാണ് പറന്നു പോകുന്നത് മോളെ. നീ ജീവിതത്തിൽ ഒരിക്കലും ഇണങ്ങിയിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന്റെ അടുത്തേക്കാ പോകുന്നത്. അതുകൊണ്ട് മോളെ, നിന്റെ ഭർത്താവ് നിന്നെ ഉടമപ്പെടുത്തിയപ്പോൾ നിന്റെ രാജാവും, അതുകൊണ്ട് നീ രാജാവിന് ഏറ്റവും അടിമവേല ചെയ്യുന്ന ഒരു അമത്തിനെ പോലെ ആയാൽ നിന്റെ ഭർത്താവ് നിനക്കും അടിമ പോലെയാകും. 10 കാര്യങ്ങൾ നീ സൂക്ഷിക്കണം. മോളെ, എന്നേക്കുമുള്ള സമ്പാദ്യം ഈ 10 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഉമാമ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ മോൾക്ക് കൊടുത്ത ഈ ഉപദേശം നമ്മുടെ ഉലമാ വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുത്ത് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും രണ്ടെണ്ണം വീതം പറയാം. ഫസ്സുഹ്ബതു ബിൽ ഖനാഅ വൽ മുആശറ ബിഹുസ്നി അസ്സംഇ വത്വാഅ. സുഹ്ബതു ബിൽ ഖനാഅ, മോളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നിലനിന്ന് പോകണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എന്ത് ചെയ്യണം? ജീവിച്ചു പോകണം. വൽ മുആശറ ബിഹുസ്നി അസ്സംഇ വത്വാഅ, എല്ലാം കേട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ടും നല്ല നിലയ്ക്ക് ജീവിക്കുകയും വേണം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. പിന്നെ നല്ല നിലയ്ക്ക് ജീവിച്ചു പോയാൽ അള്ളാഹുവിന് ഇഷ്ടവുമാണ്. ഇങ്ങനെ മോൾക്ക് ചെയ്തൂടെ എന്ന് ഉമാമ റളിയല്ലാഹു തആല അൻഹ മോളോട് പറയാം. ഉള്ളത് കൊണ്ട് അത് ആണുങ്ങൾക്കും ആവശ്യമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് കേട്ടോ. ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മൾ എത്ര അള്ളാഹുവിനോട് വലിയ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കതിലപ്പുറം ആവശ്യങ്ങൾ നമുക്ക് മതി വരുന്നില്ല, നമുക്ക് തീർന്നിട്ടില്ല ആവശ്യം. അപ്പോഴൊക്കെ ദാരിദ്ര്യമാണത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് വോൺസ്, ആവശ്യങ്ങൾക്കാണ് ദാരിദ്ര്യം എന്ന് പറയാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു അൽഹംദുലില്ലാ, പക്ഷെ അള്ളാഹുവിന് തരണം പടച്ചവനെ, എനിക്ക് ഇനിയും ആവശ്യങ്ങളുണ്ട്, പക്ഷെ നീ തന്നതിൽ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പടച്ചവനെ എന്ന് ഭാര്യയെ കുറിച്ച് ഭർത്താവും, ഭർത്താവിനെ കുറിച്ച് ഭാര്യയും ചിന്തിക്കണം. രണ്ടാമത് തൃപ്തിപ്പെടുക. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക, റബ്ബേ ഞാനിപ്പോ ഇവിടെ കെട്ടിയത് ശരിയായിട്ടില്ലല്ലോ, എനിക്കിത് ഇൻഷാ അല്ലാഹ് കിട്ടുമായിരുന്നല്ലോ. അതൊക്കെ അഹങ്കാരമാണ്. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു കണക്കാക്കിയില്ലേ. ലാകിൻ ഖദറ അല്ലാഹു വമാ ശാ കാന അംറൻ മഫ്ഊല. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ലേ, അതുകൊണ്ട് അത് സംഭവിച്ചു. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ആലോചിക്കുക, ഇനി ഇതിലേക്കുള്ള ഹൂറിലിനൊക്കെ കിട്ടുമ്പോൾ അപ്പം നോക്കാന്ന് വിചാരിച്ച് സമാധാനിക്കല്ലാതെ. സ്വർഗത്തിലെത്തിയാൽ ഭാര്യമാർ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭൂമിയിലെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഭാര്യമാരായിരിക്കുന്ന അവർക്കായിരിക്കും ഹൂറിലിങ്ങളെക്കാളും ഭംഗി ഉണ്ടാവുക എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറിലിങ്ങളൊക്കെ അതിന്റെ പിന്നെ അതിന്റെ ബാക്കിലേ വരുള്ളൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും നല്ല നിലയ്ക്ക് ജീവിച്ചു പോവുകയാണ്. ഞാൻ പറയാം, അതൊരു വാക്ക് പറഞ്ഞു ഇനി 8 വാക്കി കിടക്കുന്നുണ്ട്. ഈ നല്ല നിലയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര പറയാനുണ്ട്, എത്ര വിഷയങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. നല്ല നിലയ്ക്ക് ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവളുടെ ജീവിക്കുന്ന ആ വീട്ടുകാരും അവരുടെ സ്വന്തക്കാരുമായുള്ള ഇടപെടലുകൾ, അവരുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ, ചർച്ച വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല സുഖകരമായ ജീവിതം നമുക്ക് ലഭിക്കും. ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും പറയാതെ പോയ വാക്കിനെ കുറിച്ച് സങ്കടപ്പെടാറില്ല, പറഞ്ഞതിനെ കുറിച്ച് സങ്കടപ്പെടാറുള്ളൂ. അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ വാക്കുകൾ ശരിയാണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലാഹു സദീദായ ഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വയുള്ള വാക്കുകൾ പറയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അഞ്ചാമത്തേതും ആറാമത്തേതും ഫത്തആഹുദു ലിവഖ്തി തആമിഹി വതഫഖുദു ലിഹീനി മനാമിഹി, ഭർത്താവിന്റെ ഭക്ഷണം നന്നായി കൊടുക്കണം, നല്ല കുക്ക് ചെയ്യുക. അപ്പൊ പെണ്ണുങ്ങൾക്ക് അഭിമാനമാണ്. എന്ത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പറയണേ, പെണ്ണെ കുക്ക് ചെയ്യാൻ ഞാനതൊന്നും പഠിച്ചിട്ടേ ഇല്ല, അതാണ് വലിയ അഭിമാനം.
ഞാൻ ഹോസ്റ്റലിലല്ലേ, വാപ്പച്ചി അത് തന്നിരുന്നു, അല്ലെങ്കിൽ വാപ്പ ഉപ്പ ആ ഒരു ക്യാൻറ്റീൻ ഏൽപ്പിച്ചെന്നോ, അല്ലെങ്കിൽ ഇതെന്നോ എനിക്ക് അറിയില്ല, ഞാൻ ചായ പോലും ഉണ്ടാക്കാറില്ല എന്നൊക്കെ ഇപ്പൊ പെണ്ണ് വേണ്ട വലിയ അഭിമാനം എന്നാ വിചാരം. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ കുക്കിംഗ് ഒക്കെ പഠിക്കണം എന്നാണ്. കുക്കിംഗ് ഹൗസ് കീപ്പിംഗ് ഒക്കെ കല്യാണം കഴിക്കുന്ന മുമ്പ് തന്നെ പെണ്ണുങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ്. അത് അവർ ചെയ്യുന്ന ആ ഒരു രുചിയും മേന്മയൊക്കെ നമ്മൾ ഏത് തനിനാടെന്ന് പറഞ്ഞു പോയി കഴിച്ചിട്ടും കാര്യമില്ലല്ലേ. ഏത് തട്ടുകടയിൽ പോയി കഴിച്ചാലും അതിന്റെ രുചി ഉണ്ടാവുമോ? സ്വന്തം ഉമ്മ ഉണ്ടാക്കി തന്ന കറി, ആ ഒരു ഭാര്യ ഉണ്ടാക്കി തന്ന കറി എന്നൊക്കെ പറയുന്നത് അതിന് രസമല്ലേ? ഇല്ലേ? ഇല്ല. ഇപ്പൊ പിന്നെ ഒക്കെ കരിപ്പടറുന്നുണ്ട്. അവരുടെ കൈപ്പുണ്യം ഇപ്പൊ കാണുന്നില്ലോ, ഒക്കെ പൗഡർ ഇട്ടിട്ട് കലക്കി വിടുകയാണല്ലേ. ആയിക്കോട്ടെ, എന്നാലും ഭക്ഷണം പാകം ചെയ്യണം, അത് അവൾ ചെയ്യണം. എനിക്കത് അറിയില്ല, നിങ്ങൾ ഉണ്ടായിക്കോളൂ, നിങ്ങൾ ഗൾഫിൽ ബാംഗ്ലൂരായി ജീവിച്ച് ഇതൊക്കെ പഠിച്ച ആളാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെച്ചോളി കുക്കിങ് എന്നൊക്കെ പറയണ പെണ്ണുങ്ങളുണ്ട്. നിങ്ങളിത് പഠിച്ചില്ല ഞാൻ കേട്ടിട്ടുണ്ട്. ബാച്ചലർ റൂമിൽ ഫുള്ള് ഓരോ ടൈം ടേബിൾ അനുസരിച്ച് കുക്ക് ചെയ്യണമെന്ന അതുകൊണ്ട് വെച്ചോളി, ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ കുക്കിങ് എങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയല്ല, പെണ്ണെ ഭർത്താവിന് ഭക്ഷണം നീ ഒരുക്കി കൊടുക്കണം. ആ ഭക്ഷണത്തിന്റെ സമയം കൃത്യമായി, അത് ഡിലേ വരുത്തരുത്. അത് ആ സമയമാകും, ജോലി കഴിഞ്ഞ് വരും, വിഷം എരിഞ്ഞു പൊരിഞ്ഞു വരികയാണ്, ആ സമയം എന്ത് ചെയ്യുക, ഭക്ഷണം റെഡിയായിരിക്കണം, ഒരു ഉപേക്ഷ വരുത്തരുത്. ഉറങ്ങുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ച് സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഒരു പക്ഷേ ക്ഷീണിച്ചു വന്നു, ഒരു അരമണിക്കൂർ ഒന്ന് ഉച്ചയ്ക്ക് മയങ്ങണമെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയമായാൽ ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചൊന്ന് ഒരുക്കി കൊടുത്താൽ ഉറക്കിന്റെ വിഷയം ഒന്ന് ശരിയായാൽ വളരെ റാഹത്തുണ്ട്. എനിക്ക് ഇതിങ്ങനെ വായിച്ച് പുറത്ത് വളരെ ശരിയാണല്ലോ പറഞ്ഞു. നമുക്ക് ഈ ഉറക്കം വരുന്ന നേരത്തുണ്ടല്ലോ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. ഉറക്കം വരുമ്പോൾ ഭയങ്കര വർത്താനക്കാർ വന്നിരിക്കുക. വാട്സ്ആപ്പ് റൂമിലൊക്കെ ലൈറ്റ് ഓഫ് ആയി കിട്ടാൻ എന്തൊരു അടങ്ങാറല്ല. ലൈറ്റ് ഓഫ് ആകാൻ വേണ്ടി ആസിന് വന്നിട്ടുണ്ടോ? ഒന്നും കണ്ണിമ്മി ഉറങ്ങാൻ പറ്റായിട്ട് ക്ഷീണിച്ച് തളർന്ന് സാധു ഉറങ്ങാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ 2 മണിക്ക് ഉറങ്ങുള്ളൂ എന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ 2 മണിക്ക് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ വലിയ ആളുകളായി ഇരിക്കും വേണം. ആ ഉറക്കം നഷ്ടപ്പെട്ട വലിയ വിഷമം. എനിക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ, ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്ക് ആ രാത്രി കിട്ടേണ്ട ഒരു അല്പം ഉറക്ക് നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്തൊരു വിഷമം തോന്നും. ആ ഉറങ്ങേണ്ട സമയം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒന്നൊരു അല്പം തലചായ്ക്കാൻ സാധിച്ചാൽ എന്തൊരു നല്ല റാഹത്താണ്. അത് ഭാര്യമാര് ശ്രദ്ധിക്കണമെന്നാണ്. ഒരിക്കലും ഉറങ്ങണ സമയം ചെല്ലുമ്പോൾ അപ്പയുടെ വിരിപ്പിൽ കുറെ ചളിയും പൊടിയും അതൊന്നും അല്ലാത്ത നല്ല വൃത്തിയാക്കി കൊടുത്താൽ നമ്മുടെ ബെഡ്റൂം കീപ്പ് ചെയ്യാൻ അത് നല്ല നല്ല ഇസ്ലാമിന്റെ അച്ചടക്കം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം ഉമ്മമാർ അവരുടെ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ബെഡ്ഷീറ്റൊക്കെ ഇടക്കിടക്ക് മാറ്റുക, ഇതൊക്കെ നല്ലതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കിടക്കാനുള്ള റൂമൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക. അതിനെ കുറച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച്, നല്ല ഒരു പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് നല്ല ഒരു സെന്റ് ഉണ്ടാകുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് നീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഭക്ഷണവും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും മോള് ചെയ്യണം. പിന്നെ ആദ്യം പറഞ്ഞു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, പിന്നെ സ്വഭാവങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കണം, നല്ല ഹുസ്നുൽ മുആശറ. പിന്നെ ഭക്ഷണവും ഉറക്കവും മോള് ശരിക്കും നന്നാക്കി കൊടുക്കണം. പിന്നെ അഞ്ചാമത്തേതും 3ഉം 4ഉം അല്ല 3ഉം 4ഉം ഇനി 5ഉം 6ഉം ഭർത്താവിന്റെ കണ്ണ് വീഴുന്ന സ്ഥലം നീ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൂക്ക് അൻഫിഹി, അതായത് വാസന ദുർഗന്ധങ്ങൾ ഉണ്ടാവരുത്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് നാട്ടിൽ പോയി വൈകുന്നേരം കുളിക്കുക അങ്ങനെയൊക്കെ വളരെ അപൂർവമൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെയാണെങ്കിൽ പിന്നെ കുളിച്ചെന്നൊക്കെ വരും. പിന്നെ എങ്ങനെ തല കുത്തി പറഞ്ഞാലും കുളിക്കൂലാൻ തീരുമാനിക്കുന്നവരുണ്ട്. തണുപ്പാണെങ്കിൽ തണുപ്പോണ്ട് വയ്യ, ചൂടാണെങ്കിൽ ചൂടുകൊണ്ട് വയ്യ, രണ്ടും ഉണ്ടല്ലോ എന്നാലും വയ്യ. അങ്ങനെ അതല്ല, എപ്പോഴും വാസന നന്നായിരിക്കണം എന്നാണ്. ഏതൊരു ആടിൻ്റെത് നന്നായിരിക്കണം. നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴോ അല്ലാത്തപ്പോഴായി നമ്മുടെ മുഷിഞ്ഞ വിയർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയില്ല. അടുത്തുള്ള ആളുകൾ എങ്ങനെയാ അടുത്തുള്ള ആൾ കിടന്നുറങ്ങുക? സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വായ വാസനിച്ചിട്ടോ അല്ലെങ്കിൽ കക്ഷം വാസനിച്ചിട്ടോ ഡ്രസ്സ് വാസനിച്ചിട്ടോ അത് ഉറങ്ങാൻ കിടക്കുന്ന നേരം വീട്ടിലേക്ക് ചെന്നാൽ ഒന്ന് വൃത്തിയായി നല്ലൊരു വസ്ത്രം ധരിച്ചിരുന്ന എന്തൊരു ഭംഗിയായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. വാസനിക്കുന്ന സ്ഥലങ്ങൾ, ദുർഗന്ധം നിന്റെ ശരീരത്തിന് മോളെ വരരുത്. ഇത് ഉമ്മ പറഞ്ഞു കൊടുക്കാം മോൾക്ക്. വാപ്പ മകനും പറഞ്ഞു കൊടുക്കണം, മോനെ നീയും സെന്റൊക്കെ ഉപയോഗിക്കണം, നല്ല കാര്യങ്ങളൊക്കെ നല്ല അത്ര ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല സുഗന്ധം വേണം. പിന്നെ ഭർത്താവിന്റെ കണ്ണ് വീഴുന്ന സ്ഥലം വൃത്തി വേണം. വീട്ടിൽ അടിച്ചു വരണം എന്നാ പറഞ്ഞതിനർത്ഥം. അതായത് അഴുക്കോ കാര്യങ്ങളോ ഗാർബേജോ അല്ലെങ്കിൽ റബ്ബിഷൊന്നും എന്ത് ചെയ്തെന്ന് ഇട്ടിട്ട് വൃത്തികേടാക്കരുത്. നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അപ്പൊ മോള് വൃത്തിയാക്കണം. പിന്നെ നല്ല സുഗന്ധവും ഉണ്ടാവണം. ഒരിക്കലും ദുർഗന്ധം വാസനിക്കുന്ന ഒരവസ്ഥ ഭർത്താവിന് ഉണ്ടാവരുത്. അങ്ങനെ വന്നാൽ ഒരു മടുപ്പ് വരും.
എന്തായാലും പിന്നെ ആ ഒരു ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ എവിടെയോ ബാക്കി നിൽക്കും. പിന്നെ സ്പ്രേ അടിച്ചാലും ചിലപ്പോൾ പഴയതിന്റെ മണം മനസ്സിലുണ്ടാവും, പഴയ ദുർഗന്ധം. അതുകൊണ്ട് മോൾ എപ്പോഴും നല്ല സുഗന്ധത്തിലായിരിക്കണം കേട്ടോ എന്ന് മഹദി ഉമാമ റളിയല്ലാഹു തആല അൻഹ മോളോട് പറഞ്ഞു കൊടുക്കാം. ഏഴാമത്തേതും എട്ടാമത്തേതും അൽ-ഇഹ്തിറാസു ബിമാലിഹി വൽ-ഇർആഅ വലാ ഹിസ്മിഹി വഇയാലിഹി. സമ്പത്ത് സൂക്ഷിക്കണം. ഭർത്താവിന്റെ സമ്പത്ത് കൃത്യമായി അതിന്റെ അളവും കൃത്യമായും സൂക്ഷിച്ച് സൂക്ഷ്മതയിലെ സമ്പത്ത് ഉപയോഗിക്കാവൂ. പൈസ അയച്ചു തന്നാൽ അത് ആവശ്യങ്ങൾക്ക് മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം പൈസ എന്ത് ചെയ്യരുത്, ധൂർത്ത് ചെയ്യരുത്. പിന്നെ മക്കളെ ശരിക്ക് നോക്കി വളർത്തണം. കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരെ നോക്കി വളർത്തുന്നത് വളരെ ഇഷ്ടം തോന്നും ഭർത്താക്കന്മാർക്ക്, കുട്ടികളുടെ വാപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം. ഒൻപതാമത്തേതും പത്താമത്തേതും ഫലാ തുഫ്ശിയന്ന ലഹു സിർറൻ വലാ തഅ്സീന ലഹു അംറാ. ഒരിക്കലും തന്നെ മോളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, രഹസ്യങ്ങൾ പരസ്യമാക്കരുത്. തുഫ്ശിയന്ന ലഹു സിർറൻ ലാ തുഫ്ശിയന്ന ലഹു സിർറൻ. രഹസ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വെളിച്ചത്താക്കരുത്. അത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് തൊലാഖ് സംഭവിച്ചാൽ അങ്ങനെ, തൊലാഖ് സംഭവിച്ചാൽ പോലും ജീവിതത്തിലുള്ള സ്വകാര്യങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യരുത്, പരസ്യപ്പെടുത്താൻ പാടില്ല. നമ്മളൊരു ഹദീസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അല്ലേ, ബഹുമാനപ്പെട്ടവരെ ഒരു ഭാര്യയെ തൊലാഖ് ചൊല്ലേണ്ട ഒരു അവസ്ഥ വന്നപ്പോ വേറൊരാൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നു. അറബികൾക്കൊക്കെ അത് ഇപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ അവർക്ക് അത് പ്രശ്നമൊന്നുമില്ല, ആയിക്കൂടെ കല്യാണം കെട്ടിക്കോളാന്ന് പറയും. അങ്ങനെ ആസിഖ ബീവി റളിയല്ലാഹു അൻഹ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. പിന്നെ സിദ്ദീഖ് എന്നവരെ കല്യാണം കഴിച്ചു. പിന്നെ ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. പിന്നെ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ കല്യാണം കഴിച്ചു. പിന്നെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും വലിയ വിഷയമല്ല. അങ്ങനെ മുഹമ്മദ് ബിൻ അബീ ബക്കർ എന്ന് പറഞ്ഞ അസ്മാ ബീവിയെ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ജാഫർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കാലശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെ ഒരിക്കൽ അസ്മാ ബീവിക്ക് സിദ്ദീഖ് തങ്ങളിൽ ഒരു മോനുണ്ട്, മുഹമ്മദ് ബിൻ അബീ ബക്കർ. സുബൈർ തങ്ങളിൽ നിന്നൊരു മോനുണ്ട്, മുഹമ്മദ് ബിൻ സുബൈർ. രണ്ടുപേരും ഓരോരുത്തരും എന്റെ വാപ്പയാണ് ഉഷാറ്, എന്റെ വാപ്പയാണ് ഉഷാറ് എന്ന് കുട്ടികൾ പറയാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. സുബൈർ എന്നവരുടെ കാലം കഴിഞ്ഞു, സിദ്ദീഖ് എന്നവരുടെ കാലം കഴിഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ആണ് ഭർത്താവ്. അപ്പോഴേ കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴേ എന്റെ വാപ്പ സുബൈർ എന്നവരാണ് ഉഷാറ് കേട്ടോ, മറ്റേ എന്റെ വാപ്പ സിദ്ദീഖ് എന്നവരാണ് ഉഷാറ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്മാ ഈ പ്രശ്നം തീർക്കാൻ എന്നെ കൊണ്ട് തന്നെ കഴിയുള്ളൂ, എന്റെ ഭർത്താക്കന്മാരൊക്കെ. അപ്പോ അസ്മാ ബി പറഞ്ഞു, ഒന്നുമില്ല, ചെറുപ്പക്കാരിൽ ജുബൈർ എന്നവരെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനായ ഭർത്താവില്ലായിരുന്നു. വയസ്സന്മാരിൽ കുഹൂലിൽ കഹലുമാരിൽ ഒരു ഇടത്തര പ്രായം എന്ന് പറയില്ലേ, യൗവനം കഴിഞ്ഞിട്ടുണ്ട്, ആ പ്രായക്കാരിൽ ശ്രദ്ധിക്കുന്നവരെക്കാളും ഹൈറായ വേറൊരാളും ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാളും ഹൈറാണ്. ഇപ്പൊ എനിക്കിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു തആല ഈ മൂന്ന് പേരിലും പ്രായം കൊണ്ട് ചെറുപ്പവും സ്വഭാവം കൊണ്ട് മേന്മയും ശ്രദ്ധിക്കുന്നവരെ അലി എന്നവരെ നിങ്ങൾക്ക് തന്നെയാണ് എന്ന് അസ്മാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു. വളരെ റാഹത്തായി. നേരെ മറിച്ച് വേറെ ഏതെങ്കിലുമൊക്കെയാണെന്ന് പറഞ്ഞതെങ്കിൽ മറ്റു ഭർത്താക്കന്മാരാണ് ഉഷാർ എന്ന് പറഞ്ഞ് ആ ഒരു വാക്കിൽ പഴച്ചുപോയിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ആ ബന്ധത്തിലൊരു ഇടർച്ച വന്നേനെ എന്ന് അലി റളിയല്ലാഹു അൻഹു അതൊന്നും വരാതെ നല്ല നിലക്ക് ഹാൻഡിൽ ചെയ്തു അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല. അപ്പോ ഈ ഒരു കല്യാണങ്ങൾക്ക് ശേഷം മറ്റൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ സ്വാഭാവികമാണ്, അവർക്കത് വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോഴും അത് വലിയ പ്രശ്നം തോന്നുന്നില്ല ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞൊരു പെണ്ണിനെ തൊലാഖ് ചൊല്ലിയപ്പോ വേറൊരാൾ വന്ന് ചോദിക്കുകയാണ്, അല്ല ആ പെണ്ണിനെ ഞാൻ കെട്ടിക്കോട്ടെ? നീ കെട്ടിക്കോ, നിങ്ങളിപ്പോ എന്തിനാ അവളെ ഒഴിവാക്കിയത്? അപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവള് എന്റെ ഭാര്യ അല്ലല്ലോ, എന്റെ ഭാര്യയെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പാടുള്ളൂ. അവളിപ്പോ മറ്റൊരാളുടെ ഭാര്യയാവാൻ വേണ്ടി പോവാണ്. അന്യൊരു പെണ്ണിനെ പറ്റി ഞാൻ മോശപ്പെട്ടത് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല. നമ്മളിപ്പോ നാട്ടിൽ രണ്ടാം കല്യാണം ആലോചിക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ഭർത്താവിനെ പരക്കാരെ കണ്ടു, ഒന്നാം കല്യാണം തന്നെ മുടക്കാൻ പോണ ആൾക്കാരാണ് അല്ലേ? ആൾക്കാർക്ക് എന്തോ ഒരു ക്രേസ് കല്യാണം മുടക്കാനൊക്കെ. സ്വന്തം മക്കളെ കെട്ടിക്കാനൊക്കെ പോകുന്നതിന് വേറെ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. ശരിക്കും ചെയ്യരുത്. ആലോചിച്ച് ചെന്നാൽ എന്താ നമ്മളിപ്പോ എന്തേ ഒഴിവാക്കാൻ, നമ്മൾ കല്യാണം ആലോചിച്ച് വന്ന് എന്തെങ്കിലും ഒഴിവാക്കാൻ, ഇപ്പൊ ഒന്ന് ചായ ഒരു ചായ മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഥണ് പറഞ്ഞു കൊടുക്കും. 8-5-6 കൊല്ലം ജീവിച്ച ഒഴിവാക്കാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ തീരുമാനിച്ചോളി വേണോ വേണ്ടേ പറയാൻ പാടില്ല.
ഭർത്താവിന്റെ ഒരു സ്വകാര്യവും ഭാര്യയുടെ ഒരു സ്വകാര്യവും ഭർത്താവോ വെളിച്ചത്താക്കാൻ പാടില്ല. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അന്യ ആളായില്ലേ. അന്യ ആളെ പറ്റി പറഞ്ഞ ഗീബത്താണ്. ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാണ്. ചിലപ്പോ അള്ളാഹുവിന്റെ ഖദാ കുറച്ചു കാലം ഭർത്താക്കന്മാരെ ജീവിച്ച് പിരിയാനായിരിക്കും. അത് അള്ളാഹുവിന്റെ ഖദാ ആയിരിക്കും. അത് ചിലപ്പോ ഖൈറുണ്ടാവും, നമുക്കറിയില്ല. ഒരിക്കലും രഹസ്യങ്ങൾ വെളിച്ചത്താക്കരുത്. പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ രഹസ്യം വെളിച്ചത്താക്കരുത്. കാരണം ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള അബ്ഗിൽ ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ അബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. നമ്മൾ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞെങ്കിൽ പറയാൻ പറ്റുമോ? അഹ്ബിബ് ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ അബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. എന്താ അമ്മായി പറഞ്ഞത്? അഹ്ബിബ് ഹബീബക ഹൗനമ്മ, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ ഒരു പാകത്തിന് സ്നേഹിച്ചാൽ മതി. എല്ലാ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണ്ട. എന്റെ കോളേജ് കാലത്ത് ഉണ്ടായ വൃത്തക്കേട് ഇതൊക്കെ പറഞ്ഞിരുന്നു. അവസാനം ഇതൊക്കെ വർഷത്തിൽ വന്നിട്ട് അസാ അൻ യകൂന ബഗീലക യൗമമ്മ, എന്നെങ്കിലും ഇവൻ നിന്റെ ശത്രുവായി എന്ന് വരും. അതുകൊണ്ട് പാകത്തിന് സ്നേഹിച്ചാൽ മതി, സ്നേഹിക്കണമല്ലേ. വഅബ്ഗിൽ ബഗീലക ഹൗനമ്മ, ദേഷ്യപ്പെടുന്ന നമ്മുടെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ പാകത്തിലെ ശത്രുത മതി. വല്ലാതെ അങ്ങോട്ട് കാര്യം പറയണ്ട. എന്തെങ്കിലുമൊക്കെ നന്നായി കൂട്ടുകാരനായി വന്നാലേ ഈ പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ പാകത്തിന് ദേഷ്യപ്പെടുക, സ്നേഹിക്കുകയാണെങ്കിൽ പാകത്തിന് ദേഷിക്കാന്ന് പറയില്ലല്ലോ മലയാളത്തില്. ഇല്ല, ദേഷ്യപ്പെടുക. ഉദ്ഘാടിക്കാന്നൊക്കെ പറയില്ല, അത് ശരിയല്ലേ മലയാളം? അപ്പോ അസാ അൻ യകൂന ഹബീബക യൗമമ്മ, എന്തെങ്കിലൊക്കെ ശത്രു മിത്രമായേക്കും. അസാ അൻ യകൂന ബഗീലക യൗമമ്മ, എന്തെങ്കിലൊക്കെ മിത്രം ശത്രുവായേക്കും. അത് മനസ്സിൽ കണ്ടിട്ട്. ഭാര്യ അങ്ങനെ തന്നെയാണ്. എല്ലാ സ്വകാര്യങ്ങളും പറയേണ്ടതാണ്, ആരും പറയരുത്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ബാക്കുകൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നോ, ബന്ധം ഉണ്ടായിരുന്നോ, നീ എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടോ, ആരെങ്കിലും കൂടെ കറങ്ങിയിട്ടുണ്ടോ, ഒന്നും ചോദിക്കണ്ട. ആ പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ചത് ആ പെണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടാണ്. ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണം എന്നല്ല ഞാൻ പറയണത്. അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്, ഇംഗ്ലീഷിലാണ്, ചേഞ്ച് ഓഫ് ഹാർട്ട്. അതില് ഈ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തലും വിഷയങ്ങളും തമ്മിലൊരു ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു മെസ്സേജ് അതിലുണ്ട്. ചേഞ്ച് ഓഫ് ഹാർട്ട് എന്ന യൂട്യൂബിലൊക്കെ നടിച്ചേക്കട്ടെ, ചേഞ്ച് ഓഫ് ഹാർട്ട്. അപ്പോ അതില് ഒരു മെസ്സേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പൊ കാണണ്ട. കാര്യം ഞാൻ മനസ്സിലാക്കി തന്നല്ലോ. അത് കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് ആളെ ബുദ്ധിമുട്ടാക്കരുത്. അതിന്റെ വലിയ മെസ്സേജ് അതാണ്. അല്ല, ജീവിതകാലത്ത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കഥകൾ കേട്ടിട്ട് നീ അങ്ങനത്തെവളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഹറാസ് ചെയ്യരുത്. കാരണം അവളതൊക്കെ നന്നായി വന്നതിന്റെ ശേഷമല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെ പഴയ കാലം പറഞ്ഞ് വേട്ടയാടരുത്. നിങ്ങളെയും അവളും ചെയ്യരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്. കഴിഞ്ഞ കാലത്തെ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തണ്ട. നിങ്ങൾ ആരോട് പറഞ്ഞു കൊടുക്കും വേണ്ട, ചോദിക്കാൻ നിൽക്കും ചെയ്യരുത്. അങ്ങനെയാണ്. അതൊക്കെ അഫല്ലാഹു അമ്മ സലഫ, കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളെല്ലാവരും പുറത്തു തരട്ടെ. നമ്മളാരും വലിയ മുത്തഖീങ്ങളെന്ന് പറയാൻ പറ്റും. നമ്മളൊക്കെ എന്താ നമ്മളൊക്കെ അവസ്ഥ? നമ്മൾ അള്ളാഹു താല നമ്മളെപ്പോഴും വിചാരണ ചെയ്ത നമ്മുടെ അടുത്തൊന്നും ഒന്നുമില്ല. നമ്മളൊക്കെ വളരെ പോക്കാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അവസാനമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ പറയാണ്. ഫലാ തുഫ്ശിയന്ന ലഹു സിർറൻ, ഒരു രഹസ്യവും ഇണകൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്യപ്പെടുത്തരുത്, ഒരു പെണ്ണ് പ്രത്യേകിച്ചും. വലാ തഅസിയന്ന ലഹു അംറൻ, ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു കൽപ്പനയുണ്ടെങ്കിൽ അതിന് എതിരും ചെയ്യരുത്. ഏതെങ്കിലും വിഷയം ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മറന്നു പോകരുത്. അത് കൃത്യമായി പാലിച്ചു പോന്ന്, മോളെ ഈ 10 കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് സന്തുഷ്ടമായി ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ഉമാമ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ, അവരുടെ മോൾക്ക് കൊടുത്ത ഈ ഉപദേശത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, നല്ല നിലക്കുള്ള സഹവാസം. പിന്നെ പറഞ്ഞ 2 എണ്ണം, ഭർത്താവിന്റെ ഭക്ഷണം നല്ല നിലക്ക് കൊടുക്കുക, ഉറങ്ങുന്ന കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുക ആ ഉറങ്ങുന്ന സമയമാകുമ്പോ. പിന്നെ ചില ഉറങ്ങുന്ന നേരത്ത് ഒതുണ്ടാക്കി പോലെ സുന്നത്തല്ലേ, അങ്ങനെ ഒരു സംശയം വരാറുണ്ട്. അപ്പൊ ഭർത്താവ് ഭാര്യയെ തൊട്ട ഒന്നും മുറിയില്ലേ? മുറിയും. ഷാഫി മദ്ഹബ് പ്രകാരം മുറിയുമെന്ന് തന്നെ ഇമാം ഷാഫി തങ്ങളുടെ അതിലെ ബഹ്സ് അങ്ങനെയാ. അപ്പൊ എന്തിനൊക്കെ ഒതുണ്ടാക്കുന്നത്? എന്തായാലും മുറിയില്ലേ? എന്താ മറുപടി പറഞ്ഞിട്ടുണ്ട്? എന്താണ്? ഉറങ്ങിയ ഒന്നും മുറിയില്ലേ? ഉറങ്ങാനൊക്കെ പോണത്. അപ്പൊ ഉദ്ദേശം എന്തുള്ളൂ? ബെഡ്റൂമിലേക്ക് വരുമ്പോ വുളൂഇന്റെ അവസ്ഥയിൽ വരണം, അത്രേ ഉള്ളൂ.
വലതുഭാഗത്തേക്ക് ചെരിഞ്ഞടക്കണം അതും പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ ഞാനും പെണ്ണുങ്ങനെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞടക്കണം ഉറങ്ങണ നേരായാലും നിങ്ങൾ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കൂലേ, അപ്പൊ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞാൽ അതേ അർത്ഥമുള്ളൂ. അല്ലാതെ കട്ടിൽ എങ്ങനെ കിടക്കാറുള്ളൂ. ബെഡ്റൂമൊക്കെ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കണം എന്നാണ്. അതൊക്കെ ഭയങ്കര കൂരിയുള്ള വിഷയങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപദേശിക്കുക ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒതുവിന്റെ അവസ്ഥയും പിന്നെ മുറിഞ്ഞോണ്ടായാലും കുഴപ്പമില്ല. ഓതു തന്നെ മുറിഞ്ഞാൽ പുളി തന്നെ മുറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്ത് വേണം? ഒതു വേണം. സുന്നത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയേണ്ടത് മൗദിഉ ഐനൈഹി വ മൗദിഉ അൻഫിഹി, വാസനിക്കുന്നത് നല്ല വാസനയാവണം, കാണുന്ന ഇടങ്ങൾ നല്ല ഇടങ്ങളാവണം, വൃത്തികേടുകൾ ഉണ്ടാവരുത്. നമ്മുടെ ഈ മോശപ്പെട്ടതൊന്നുണ്ട് എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടുനടക്കുക. നമ്മൾ വൃത്തിയാക്കല് വിരുന്നേര് വരുമ്പോൾ മാത്രമാണ് പെണ്ണുങ്ങൾ. വിരുന്നേര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പ ചാടിക്കൊടഞ്ഞ് എന്ത് ചെയ്യും? തുടക്കലും പിടിക്കലൊക്കെ. ഇടക്കിടക്ക് വിരുന്നേരെ കൊണ്ടുവന്നാൽ നേരെ പോലെ ഇടക്കിടക്ക് നന്നാക്കണം, അങ്ങനൊക്കെ വേണ്ടി വരും. എപ്പോഴും നന്നാക്കണം എന്നാണ്, എപ്പോഴും നല്ല വൃത്തിയായി കൊണ്ടു നടക്കുക. പെണ്ണുങ്ങളിൽ ആ ഒരു ആലസ്യം വരരുത്. പിന്നെ സമ്പത്ത് കൃത്യമായി എന്ത് ചെയ്യുക? കൃത്യമായി അളവിലും ആവശ്യത്തിനും മാത്രം ചെലവഴിക്കുക. പിന്നെ മക്കളെ നല്ല നിലയ്ക്ക് നോക്കി വളർത്തുക. പിന്നെ രഹസ്യം പരസ്യമാക്കരുത്, കൽപ്പനകൾ എന്തെങ്കിലും ധിക്കരിക്കരുത്. ഇങ്ങനെ മോള് ചെയ്താൽ മോൾക്ക് സന്തുഷ്ടമായ ജീവിതമുണ്ടാകുമെന്ന് പറഞ്ഞ ഉമാമ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹയുടെ ഉപദേശം മുസ്ലിം ഉമ്മത്തിലെ മുഴുവൻ പെൺകുട്ടികൾക്കും വേണ്ടി ആ ഉപദേശം നമ്മൾ സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ എത്രയോ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന, നഷ്ടപ്പെട്ടു തലാഖ് സംഭവിച്ചു പോകുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ